ചളിക്കൂട്ടത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിക്കണു. അപ്പം എല്ലാവരും തേക്ക് പൊട്ടിച്ചടിക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ പയറുണ്ടായി കിട്ടിയിട്ടുണ്ട്. ഡോം പോണത് മീൻ പിടിക്കാനാണ് പോണത്. ചക്കര ചേമ്പോളൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ അയൽവക്കത്തുള്ള എല്ലാവരും തേക്ക് പൊട്ടിച്ചടിക്കണം കേട്ടോ. പൊട്ടിച്ചാടിയത് ഈ ഒരു സ്ഥലം ഞാനിതിൻ്റെ മുന്നേ വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരാത്ത രീതിയിലാണ് ഇത് നമ്മളെ സഹായിച്ചേക്കണത്. ഓരോ ആളുകളെയും ഓരോ രീതിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞ പോലെ തേക്ക് പൊട്ടി വീണു. ഈ വീണതെങ്ങാനും നമ്മളെ തോട്ടത്തേക്ക് ഇങ്ങോട്ടാണ് വീണിക്കണെന്ന് വെച്ചാൽ നമ്മളതാ കുരുമുളകും കുറ്റിക്കുരുമുളകും അതുപോലെ നമ്മളെ പൂളൊക്കെ നഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ തേക്കുകൾ നിൽക്കുന്നുണ്ട്. അതൊന്നും കാറ്റത്ത് പൊട്ടിയിട്ടില്ല. ഇനി പൊട്ടുമെന്നറിയില്ല. പൊട്ടാതിരിക്കട്ടെ. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളതാ ഈ പൂള കപ്പ, നമ്മളെ നാട്ടിൽ പൂളയെന്നാണ് പറയാം, ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നലത്തെ മഴയ്ക്ക് നല്ല നാട്ടിൽ ഒരുപാട് മരങ്ങൾ പല ആളുകൾക്കും പല സ്ഥലങ്ങളിലായിട്ട് പൊട്ടി വീണിക്കണു. അതേപോലെ തന്നെ പെരയുടെ മേലെ, കൃഷിയുടെ മേലെ, അങ്ങനെ കുറേ പൊട്ടി വീണിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മളെ പൂളൊക്കെ തെറികൾ കുറച്ച് തന്നെ അങ്ങനെ കാറ്റത്തൊക്കെ ഉണ്ടോ മറിഞ്ഞു വീണിട്ടുണ്ട്. വേറൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് നല്ല വിളവൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമ്മൾ വെള്ളത്തിൻ്റെ ഒരു നിൽക്കണൊരു കിടപ്പ് കാണുമ്പോൾ എന്താകുമെന്നാവും. ഏറെ ഒഴുകാതെ നമ്മുടെ പൂളൊക്കെ ഒന്ന് പറിക്കണം. അപ്പോൾ ഞങ്ങളേ കുക്കുംബർ 2, 3, 4 പ്രാവശ്യം വിളവെടുത്തുക്കണു. ഇനി ഞങ്ങൾ കുക്കുംബർ വിളവെടുക്കാൻ പോവാണ്. ഇന്നിപ്പോൾ നമ്മളെ പിതമോൾക്കുമ്പോഴൊക്കെ പറയാം നമ്മളെ പാതിക്കുട്ടിയാണ്. പാതിക്കുട്ടിക്ക് ഓരോരോ പണികൾ നമ്മൾ ഇടക്കിടക്ക് കൊടുക്കണം. അപ്പം ഉണ്ടാവും പാലൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇതിന് ഫുള്ളൊന്നും കിട്ടണ്ടാവില്ല. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഞങ്ങൾ കുറച്ച് വിളവെടുക്കുന്നുണ്ട്. ഞങ്ങളിതൊരു ഗ്രൂപ്പ് മത്സരത്തിൻ്റെ സമ്മാനങ്ങളാണ് കേട്ടോ. അതൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് വിത്തുകൾ, നാടൻ വിത്തുകൾ അയച്ചു തന്നാണ്. അതുകൊണ്ട് നന്നായിട്ട് ഉഷാറായി വന്നിട്ടുണ്ട്. ഇന്ന് വിത്ത് തിരിച്ചു കൊടുക്കണം എന്നാണ് ഓരോ ഓർഡർ. അപ്പോൾ എന്തായാലും ഇനി ഉണ്ടാകുന്ന ബാച്ചിനാണ് ഞാൻ വിത്തിന് നിർത്തുള്ളൂ. ഫസ്റ്റ് ആദ്യം ഉണ്ടാകുന്ന 2 പ്രാവശ്യത്തെയും പിന്നെ ഒരു അവസാനത്തെ എടുക്കില്ല. പിന്നെ അതിന് മിഡിൽ വരുന്ന സാധനമൊക്കെയാണ് നമ്മൾ വിത്തിനായിട്ട് എടുക്കുക. അങ്ങനെയാണ് എല്ലാവരും ചെയ്യാവോ. ആരും വിത്താണെന്ന് ചെയ്തിട്ട് ആദ്യത്തെയും അല്ലെങ്കിൽ അവസാനത്തെയും വിത്തിനായി നിർത്തരുത്. ആരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നന്നായിട്ട് ഒരേപോലെ കായ്ച്ചു നിൽക്കുന്ന സമയത്ത് നല്ല ഗ്രോത്തിൽ നിൽക്കുമ്പോൾ നല്ല ഗ്രോത്ത് നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മൾ നിർത്തുന്നത് കേട്ടോ. ഇതെന്തായാലും നമ്മൾ വിത്തിന് നിർത്തുന്നല്ല. അതൊക്കെ കുറച്ച് മൂപ്പ് അധികമായി എന്താണ് മൂപ്പ് വന്നിട്ട് ഞങ്ങളവിടെ മൂപ്പ് എന്നാണ് പറയാം. ഇതിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെന്താ ഇത് ഇതായിട്ടുണ്ടാവില്ല കണ്ടോ. ഇത് നാടൻ വിത്തിൻ്റെ ഇതാണ് വിത്തുണ്ടോ നമ്മളെ കാണണ്ടോ. നമുക്കതിന് നല്ല പല്ല് വേദന. അപ്പോൾ നമുക്ക് വല്ലാതെ പല്ല് കെട്ടാൻ പറ്റില്ല. എന്തായാലും കളറുണ്ടോ കണ്ടോ. ഈ സാധനം കണ്ടോ. ഇവിടെ നമ്മളെ കുക്കുംബറിൻ്റെ കണ്ടോ അടിച്ച പൊളിച്ച സാധനമല്ലേ. നമ്മൾ ഉണ്ടാക്കിയുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു വെറുതെ ഇരിക്കണ്ടേ അല്ലേ കണ്ടോ. അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ടാണ് നമ്മളെ ഈ ഇതിൻ്റെയൊക്കെ വിജയം. ആദ്യം പിടിച്ചട്ടോ. നമുക്ക് എന്തായാലും പാത്രം നിറയെ നോക്കാം. ഉണ്ടോ അതാണ് പോവടാ. ഒന്നാമത് മഴയും കൊടയായിട്ട് പിടിച്ചാൻ കിട്ടുമല്ലോ. അപ്പോൾ തട്ടാ നമ്മളെ മാൻകാക്ക വന്ന് നമ്മളെ സിനിമയ്ക്ക് കയറിയിട്ടുണ്ട്. മാൻകാക്ക നമ്മളെ എല്ലാ പരിപാടികൾക്കും ഇറങ്ങാൻ തുടങ്ങിക്കണു. പല്ലുവേദനയൊക്കെ ആയിട്ട് വന്നിക്കണ്. വെയ്യാന്നൊക്കെ പറയണ്ടേലും സങ്കടം കാണുമ്പോൾ ഇറങ്ങണമൊക്കെ ഉണ്ട്. ചളിക്കൂട്ടത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിക്കണു. അപ്പോൾ നമ്മളെ കുക്കുംബർ നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇനി നല്ല പൂക്കളും നല്ല
കായകളും ഒക്കെ ഉണ്ട്. പതിമൂളൊന്ന് പിടിച്ചോക്കാം, നമ്മൾ കഴിക്കൊണ്ട് നോക്കിയാട്ടെ. പതിമൂളെ കയ്യിൽ നിന്ന് പോകുമോ? അയ്യോ 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 ഐദാശാണ് പൊന്തിച്ച് തലയിൽ വെച്ചിട്ടുണ്ടാവും. അതിലൊക്കെയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചക്കര ചേമ്പ് ഇതാ ഉഷാറായിട്ടുണ്ട്. ചക്കര ചേമ്പുകളൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഗ്യാപ്പ് ഇടായിരുന്നു എന്നോട് ഇതേപോലെ ഒരു സബ്സ്ക്രൈബർ പണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാന് അടച്ചു വെച്ച് ഒന്നുകൂടി അടച്ചിട്ടാ വെച്ചിക്കണ്. എന്നാലും നല്ല ഉഷാറായിട്ട് അപ്പൊ നമ്മളെ തൊപ്പക്കിഴങ്ങ് നമ്മളെ തൊപ്പക്കിഴങ്ങ് എല്ലാതും 1-2 മിസ്സിംഗ് ആണ്. ഒന്ന് 2 മിസ്സിംഗ് ആണ്. ബാക്കിയൊക്കെ നേരായി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നടാൻ ഒഴുകിയത് കാരണത്താല് നമുക്ക് അതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനാകുമ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാലും വേണ്ടില്ലല്ലോ. എന്നിട്ട് നമുക്ക് ഉഷാറായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. പാമീർ വന്നിട്ട് നമ്മളെ തോട്ടത്തിൽ നിന്ന് പോണുണ്ട്. അവൻ പോണത് മീൻ പിടിക്കാനാണ് പോണത്. ഓൻ്റെ കണ്ടങ്ങൾ അവിടെയാണ്. ഓല്ലാണ്ടാവാടെ പോണത് മീൻ പിടിക്കാനാണ്. അപ്പൊ നമ്മളതാ ഇഞ്ചിയൊക്കെ ഇട്ടതാ. ഇഞ്ചിയൊക്കെ അങ്ങനെയൊക്കെ ഒട്ടുമിക്കതും ശരിയായി വന്നിട്ടുണ്ട്. അവിടെ ഇവിടെ 1-2 അതായിരുന്നോ പോയിക്കോ നേരാകുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നേരായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ കൂവക്ക് പൊത വെച്ച് കൊടുക്കാണ്ട് വളങ്ങൾ ഇട്ട് കൊടുത്ത് മണ്ണ് കയറ്റാനും ഉണ്ട്. ഇത് നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കും. കർക്കിടകത്തിലാണ് കട ഇറങ്ങാന്നാണ് ആളുകൾ പറയണത് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പയർ കൃഷി കേട്ടോ. പയർ കൃഷിയൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പയറുണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യം ഉണ്ടായിട്ടുള്ള പയറാണിത്. വള്ളിപ്പയറാണ്, നീളം പയറാണ്. പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പൂക്കളൊക്കെ കുറേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് പൂക്കളുണ്ടായി. ഒരുപാട് എന്ന് പറയല്ല, കുറച്ച് ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഉഷാറായി കിട്ടും. നമ്മൾ കണ്ടോ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഓരോന്നായിട്ട് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ചെറിയൊരു മത്സരത്തിൻ്റെയും കൂടി ഉള്ളതാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടുള്ളതാണ് നമ്മളെ വെണ്ടകൾ. കണ്ടോ, വെണ്ടയ്ക്ക് അതേപോലെ ഉണ്ടോ, പൂക്കളിട്ട് കായകൾ തുടങ്ങിയിരിക്കണു. കണ്ടോ, വെണ്ടയ്ക്ക് ചെറിയൊരു ഉഷാർകമ്മി ഉണ്ട്. അപ്പോൾ നമ്മൾ സീഡോമോണോസ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. സംഭവം ഉഷാറായിട്ടുണ്ട്, സെറ്റായി വരും. നമ്മൾ ഈ ഒരു ഷീറ്റ് വിരിച്ച കാരണം നമുക്ക് ഒരുപാട് പണിക്കാക്കാൻ കിട്ടതാ. ഷീറ്റ് വിരിച്ചോണ്ടോ ഇവിടെ ഒന്നും നമുക്ക് പുല്ല് വന്നിട്ടില്ല. നമ്മൾ മാറിപ്പോയിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളുടെ നീക്കിയിട്ട് അതുമ്മ ഈ ഒരു വടിയും വെച്ച് കൊടുത്താൽ അതവിടെ ചെന്നോളും. വേനൽക്കാലത്ത് നമ്മളെന്തായാലും വെണ്ട വെച്ചിരുന്നു. അത് മഴക്കാലത്ത് ഉഷാറായി കിട്ടാൻ വേണ്ടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്ന വീഡിയോസ് കിട്ടായിരുന്നു. ആദ്യമൊക്കെ നന്നായിട്ട് നേരായി കിട്ടി. പിന്നെന്തോ തത്ത നന്നായിട്ട് തന്നെ തൊലിക്കൽ തുടങ്ങി. പോരാത്തതിനുണ്ടോ തത്ത വലിച്ചിട്ടുണ്ടോ, തത്ത തൊലിക്കണ്ടോ, നന്നായിട്ട് തന്നെ തൊലി. പോരാത്തിന് നമുക്ക് വല്ലാതെ ഉഷാറായിട്ട് കിട്ടിയതുമില്ല കേട്ടോ. എന്തായാലും അപ്പോൾ ഈ ഒരു പുറത്തെ കൃഷിയിൽ, പ്രാവശ്യത്തെ കൃഷിയിൽ നമുക്ക് വെണ്ട നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ തത്തേന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ചോളം ഉണ്ടോ, ചോളത്തിന് കവർ കെട്ടി കൊടുത്തിട്ടുണ്ട്. ചോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായാൽ ചോളം ചോളത്തിന് കെട്ടി കൊടുത്താൽ അത് ഉണ്ടായി കിട്ടുമോ നേരാവുമോയെന്ന് അറിയില്ല. അതിനെപ്പറ്റി അറിയണവരൊന്ന് പറയണ്ടോ. ഇതിപ്പോൾ തൽക്കാലം കെട്ടി കൊടുത്തേക്കാണ്. തത്ത അതേപോലെ മയിൽ നമ്മളെ നല്ല ശത്രുക്കളാണ് ഇപ്പോൾ. അവരോട്ട് നമുക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല, ദേഷ്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് അവരായിട്ട് നമ്മൾ വരുത്തുമ്പോൾ ചെറിയൊരു ദേഷ്യം അവരോടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ദിവസങ്ങളിലും വൈകുന്നേരത്തെ 3 മണിക്കും 7 മണിക്കും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം.